അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനും അല്ലും കൂടെ ട്രാവൻകൂർ മെഡിസിറ്റി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലുവിന് സ്കിൻ ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമുള്ള ഒരു കുട്ടി വേറെ കാണില്ല. ഇഞ്ചക്ഷൻ എടുക്കാനായാലും ഇഷ്ടമാണ്. ഹോസ്പിറ്റലിൽ പല്ല് വേദന, കാല് വേദന, ഓരോ അടവ് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ മൂക്കിലുള്ള ഈ ഒരു കാര്യം വർഷങ്ങളായിട്ട് അല്ലുവിന് ഉള്ളതാണ് കേട്ടോ. ഈ മൂക്കിലെ ഈ കുരുകുരാന്ന് നിൽക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ലേ, എല്ലാവരും കാണുമ്പോൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെ, ഇത് മാറുമോ ഇല്ലയോ, മാറുമെന്ന് പറഞ്ഞ് കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും വൃത്തിയേടല്ലേ, പെങ്കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൊണ്ട് കാണിച്ച് അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ, അത് കരിച്ച് കളയാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ക്രീം മരവിക്കാൻ വേണ്ടിയാണ് തേക്കുന്നത് കേട്ടോ. ഇത് ക്രീം തേച്ച് ഒരു 1/2 hour ഇരിക്കണം, അന്നേരത്തേക്കും ആ ഒരു മരവിപ്പായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അല്ലുവിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ചെയ്യൂ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സത്യത്തിൽ എനിക്കും അറിയത്തില്ലായിരുന്നു എന്താ ചെയ്യുന്നതെന്ന്. നമ്മൾ പോയി കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് കയറിയത്. അപ്പം ഒരു 1:30 ആയി ടൈം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇനിയും കുറച്ച് ടൈമും കൂടി എടുക്കും, അതുകൊണ്ട് പോയി വല്ലതും കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ മെഡിസിറ്റി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ, മെഡിസിറ്റിക്കകത്തുള്ള ആൻസ് കഫേ. അന്നേരം നമ്മൾ അവിടെ പോയാണ് കഴിക്കാനായിട്ട്. അവിടെ മെഡിസിറ്റി വന്നാൽ ഇവിടെ വരൽ സ്ഥിരമാണ് കേട്ടോ. 3 പേര്, അഫ്നാൻ, അദ്നാൻ, അൽന. ഹോസ്പിറ്റലിനകത്തുള്ള കഫേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നല്ല തിരക്കുമാണ് അവിടെ. നല്ലൊരു ആംബിയൻസ് ആണ്. ഹോസ്പിറ്റലിനകത്താണെന്ന് പറയേയില്ല, അത്ര നല്ല ആംബിയൻസ് ഉള്ള ഒരു കഫേയാണ്. അല്ലു വേറൊന്നും പറഞ്ഞില്ല. അല്ലു ഒരു ക്യാരറ്റ് ജ്യൂസ് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ അതും കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ പോയി പ്രൊസീജിയർ റൂമിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അല്ലുവിനെ വിളിച്ചു. അല്ലുവിനെ മാത്രമേ അകത്ത് കയറ്റിയുള്ളൂ. ഞാൻ പുറത്തിരുന്നത് എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. എന്നാലും കരിക്കായിരിക്കുമെന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാലും ഒരു ടെൻഷനായിരുന്നു, എന്തായിരിക്കും അകത്ത്, അല്ലുവിന് വേദനിക്കുന്നുണ്ടാവുമോ അതോ കരയുന്നുണ്ടാവുമോ. അല്ലു കരയില്ല കേട്ടോ, ഭയങ്കര ബ്രേവ് ഗേളാണ് മാഷാഅല്ലാ. കാരണം ഇതുവരെ ഒരു 4 തവണ തലയിൽ സ്റ്റിച്ചിട്ടിട്ടുണ്ട്. മറിഞ്ഞ് വീണ് സ്റ്റിച്ചൊക്കെ 4 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും മാഷാഅല്ലാ അവൾ നല്ല ബ്രേവായിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുള്ളത്. കൂടെ നിൽക്കുന്ന ഞാനായിരിക്കും മിക്കപ്പോഴും കരയുന്നത് അവളെക്കാളും. ഞാൻ കരയുന്നതുകൊണ്ടാണോ എന്തോ അവളിങ്ങനെ എന്നെ നോക്കിയിരിക്കത്തേ ഉള്ളൂ, ഞാനായിരിക്കും കൂടെ കരയുന്നത്. ഇപ്പം മിക്കപ്പോഴും ഹോസ്പിറ്റൽ കേസ് വരുന്നത് കൊണ്ട് ഞാനും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അല്ല് വന്നു. അല്ലുവിൻ്റെ മൂക്കിൽ ചെറിയ ചെറിയ ഹോൾസ് പോലെയാണ് ഇപ്പം കാണുന്നത്. കരിച്ച് കളഞ്ഞതാണ് കേട്ടോ, കരിച്ച് കളഞ്ഞതാണെന്ന് പറഞ്ഞു. ചെറുതായി വേദന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് സമയം കരഞ്ഞ് പിന്നെ അങ്ങ് ഓക്കെ ആയായിരുന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെ കുഞ്ഞു ഊട്ട പോലെ കിടക്കുകയാണ്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫാർമസിയിലോട്ട് ഇറങ്ങി. ഫാർമസി കയറി മരുന്നൊക്കെ വാങ്ങിച്ച്. അപ്പോൾ അല്ലുവിന് സംശയമാണ് കേട്ടോ. അല്ലുവിൻ്റെ ഈ അടയാളം അത് ടൈം കഴിയും തോറും അത് ഇങ്ങനെ വേറെ കളറായിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ലുവിന് സംശയം, ഇത് മാറുമോ, ഇത് അടയാളം മാറുമോ എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴക്കോളുണ്ടായിരുന്നു. പിന്നെ അല്ലുവിന് പാവക്കുട്ടി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പാവയെ ഞാൻ മറന്നാലും അവൾ മറക്കത്തില്ല. അങ്ങനെ അതിനായിട്ട് നമ്മളൊരു കൊച്ചു കടയിൽ കയറി. കാരണം വലിയ കടകളിൽ കയറിയാൽ വലിയ പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകും. അതുകൊണ്ട് നമ്മൾ കൊച്ചു കടയിൽ കയറി. എന്നാൽ കൊച്ചു കടയെല്ലാം അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പാവക്കുട്ടി അവിടെ നിന്ന് വാങ്ങിച്ച് കുറേ നോക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ അല്ലു നോക്കി. പക്ഷേ പാവക്കുട്ടിയിൽ ഒതുങ്ങി. അങ്ങനെ പാവക്കുട്ടിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നാൽ അറിയാമല്ലോ, പാവക്കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കുളിപ്പിച്ച് ഉറക്കി താരാട്ടുപാടി കഴിപ്പിച്ചൊക്കെ അല്ലേ നോക്കുന്നത്. പിന്നെ അവിടെ എവിടെയെങ്കിലും മൂലയ്ക്ക് കണ്ടോളും. അങ്ങനെ വൈകുന്നേരം ആയായിരുന്നു. എന്നിട്ട് ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, കാരണം അഫ്നാനും വരാൻ ടൈമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.